കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അവയവം മാറി ശസ്ത്രക്രിയ നടത്തിയതിൽ ഡോക്ടർക്കെതിരെ നടപടി. ഡോക്ടർ ബിജോൺ ജോൺസനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. വിഷയത്തിൽ ആരോഗ്യമന്ത്രി റിപ്പോർട്ട് തേടിയിരുന്നു. ഏറ്റവും പുതിയ വാർത്തയാണ്. PR പ്രവീണ നൽകും കൂടുതൽ വിവരങ്ങൾ. PR പ്രവീണ, ഡോക്ടർക്കെതിരെ നടപടിയില്ലേ എന്ന് നമ്മൾ ചോദിച്ചിരുന്നു. ഇപ്പോൾ ആ സസ്പെൻഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അസോസിയേറ്റ് പ്രൊഫസറായ ഡോക്ടർ ബിജോൺ ജോൺസനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. പ്രാഥമിക റിപ്പോർട്ട് അനുസരിച്ച് ഡോക്ടർക്ക് തെറ്റ് പറ്റി എന്നുള്ളതാണ്. കയ്യിലെ ശസ്ത്രക്രിയക്കെത്തിയ കുട്ടിയുടെ ഈ ആശുപത്രി രേഖകൾ, ചികിത്സാ രേഖകൾ പോലും പരിശോധിക്കാതെയാണോ നാവിന് ചികിത്സ ചെയ്തത് എന്നുള്ള ചോദ്യമാണ് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ ആദ്യ ചോദ്യമായി ഉന്നയിച്ചത്. ഇതിന് തനിക്ക് തെറ്റ് പറ്റി എന്നുള്ള മറുപടിയാണ് ഡോക്ടർ നൽകിയതെന്നാണ് വിവരം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഡോക്ടർക്ക് പറ്റിയ തെറ്റ് അംഗീകരിച്ചുകൊണ്ട് ആരോഗ്യവകുപ്പ് നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. ഇപ്പോൾ പ്രാഥമികമായ അന്വേഷണ വിധേയമായാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇതിൽ തുടർ നടപടികൾ സ്വീകരിക്കാനും കൂടുതൽ അന്വേഷണം നടത്തി വിശദ റിപ്പോർട്ട് സമർപ്പിക്കാനും ആരോഗ്യമന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ വിശദ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാക്കി തുടർ നടപടികൾ എടുക്കുക. എന്തായാലും കുട്ടിയുടെ വീട്ടുകാരുടെ അടക്കം മൊഴി രേഖപ്പെടുത്തിയാകും തുടർ നടപടികളിലേക്ക് കടക്കുക. എന്തായാലും ഇപ്പോൾ അന്വേഷണ വിധേയമായ അസോസിയേറ്റ് പ്രൊഫസർ കൂടിയായ ഡോക്ടർ ബിജോൺ ജോൺസനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന വിശദീകരണമാണ് ഡോക്ടർ ബിജോൺ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. കാരണം 6ാം വിരൽ പോലെ 5 വിരലുകൾക്ക് ഒടുവിൽ ഒരു മാംസകഷ്ണം ഉള്ളത് മുറിച്ചു മാറ്റാനാണല്ലോ 4 വയസ്സുകാരിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നത്. പിന്നെ എങ്ങനെയാണ് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു പിഴവ് സംഭവിച്ചത് പ്രവീണ? അതായത് കുട്ടിയെ ശസ്ത്രക്രിയ റൂമിലേക്ക് കയറ്റുമ്പോൾ കുട്ടി കരയുന്നതിനെതിരെ കുട്ടിയുടെ നാവിന്റെ പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ടു എന്നാണ് ഡോക്ടർ ആ മെഡിക്കൽ റിപ്പോർട്ടിൽ അടക്കം എഴുതിയിരിക്കുന്നത്. അതായത് ശസ്ത്രക്രിയ കഴിഞ്ഞ ശേഷം കുട്ടിയുടെ ആരോഗ്യനില അടക്കം കുറിപ്പ് രേഖപ്പെടുത്തേണ്ടതുണ്ട്. അത് ചെയ്തിരിക്കുന്നത് നാക്കിലെ ടൈ, അതായത് നാക്കിൽ ഒരു കെട്ടുണ്ടായിരുന്നു, അത് ശ്രദ്ധയിൽപ്പെട്ടു, അത് ചെയ്യാനാണെന്ന് കരുതി എന്നുള്ളതാണ്. അതുകൊണ്ട് കുട്ടിക്ക് ഭാവിയിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല, ആ പ്രശ്നം കൂടി മാറിക്കിട്ടി എന്ന് പറയുമ്പോഴും അദ്ദേഹം തന്റെ പിഴവ് അംഗീകരിച്ചു. ഈ നാവിന്റെ, അതായത് ഏറ്റവും പ്രധാന കാര്യം, ഈ കുട്ടിയെ നേരത്തെ പരിശോധിച്ച ഡോക്ടർ, ആ ഡോക്ടർ എന്താണ് കുറിപ്പിൽ എഴുതിയിരിക്കുന്നത് അല്ലെങ്കിൽ ആ കുട്ടിയുടെ OP ഷീറ്റിൽ എഴുതിയിരിക്കുന്നത് എന്ന് കാണാതെയാണോ ഡോക്ടർ ഇപ്പോൾ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യപ്പെട്ട ഡോക്ടർ ബിജോൺ ജോൺസൺ ഈ കുട്ടിയെ ശസ്ത്രക്രിയക്കായി മാറ്റിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇനിയിപ്പോൾ ഡോക്ടറുടെ രോഗിയായിരുന്നുവെങ്കിൽ തന്നെയും ഇത്രയും ബോധമില്ലാതെയാണോ ശസ്ത്രക്രിയ തിയേറ്ററിൽ പെരുമാറുന്നത് എന്നുള്ളതും DMEയുടെ ചോദ്യത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇതിന് മറുപടി പറഞ്ഞത് തനിക്ക് പറ്റിപ്പോയി, പക്ഷെ അതുകൊണ്ട് കുട്ടിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ജീവഹാനിയോ അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങളോ ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. പക്ഷെ ഇതും അംഗീകരിക്കാനാകില്ല. കാരണം കുട്ടികളുടെ ബന്ധുക്കളുടെ സമ്മതമില്ലാതെയാണ് ആ ശസ്ത്രക്രിയ ചെയ്തത്. നാവിനായിരുന്നു ശസ്ത്രക്രിയ ചെയ്തതും. അതുകൊണ്ട് തന്നെ അത് വീഴ്ചയായി കണ്ട് നടപടിയെടുക്കാനായിരുന്നു ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശവും. ഓക്കെ, താങ്ക് യു. PR പ്രവീണയാണ് ഏറ്റവും പുതിയ വാർത്ത പങ്കുവച്ചത്. ഡോക്ടർ ബിജോൺ ജോൺസൺ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഡോക്ടറാണ്. 4 വയസ്സുകാരിക്ക് വിരലിന്റെ ഭാഗത്തുള്ള മാംസകഷ്ണം മുറിച്ചു മാറ്റുന്നതിന് പകരം നാവിൽ ശസ്ത്രക്രിയ നടത്തി. ആ പിഴവിൽ മാപ്പ് പറഞ്ഞിരുന്നു. പക്ഷേ നടപടിയെടുത്തിരിക്കുകയാണ് ഇപ്പോൾ ആരോഗ്യമന്ത്രി. അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തിരുന്നു.